ഹലോ എവ്രിവൺ, ഐ+ലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂൺ 2025 UGC നെറ്റ് ഫിലോസഫിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ വർക്ക്സ് സൈറ്റഡ് ബിലോ. നമുക്ക് 4 വർക്ക്സ് തന്നിട്ടുണ്ട്. അതിന്റെ ഇയർ ഓഫ് പബ്ലിഷിംഗ് അനുസരിച്ച് നമ്മൾ ക്രോണോളജിക്കൽ ഓർഡർ ആക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പഞ്ചതന്ത്ര, സെക്കൻഡ് വൺ ഐ ആം തോ, തേർഡ് വൺ സ്വരാജ് ഇൻ ഐഡിയാസ് ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ഹിന്ദു സ്വരാജ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ അറിയാം, കുറച്ചൊന്ന് ഏൻഷ്യന്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് ഏതിനാണ്? പഞ്ചതന്ത്രയാണ് അല്ലെ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഗസ് വർക്ക് നടത്തുകയാണെങ്കിൽ പോലും നമുക്ക് ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, എ ബി സി ബി എന്ന് പറയുന്നത്. പഞ്ചതന്ത്ര എന്ന് പറയുന്നത് ഒരു ഏൻഷ്യന്റ് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ആണ്. അനിമൽ ഫേബിൾസിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. അടുത്ത സെക്കൻഡ് വൺ വരുന്നത് ഹിന്ദു സ്വരാജ്. അത് വന്നിട്ട് മഹാത്മാഗാന്ധിയുടെ ടെക്സ്റ്റ് ആണ്. അതിൽ സെൽഫ് റൂളിനെ കുറിച്ച്, സ്വരാജിനെ കുറിച്ചും അതുപോലെ തന്നെ മോഡേൺ സിവിലൈസേഷനെ കുറിച്ചും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് KC ഭട്ടാചാര്യയുടെ സ്വരാജ് ഇൻ ഐഡിയാസ് എന്ന് പറയുന്ന വർക്കാണ്. അത് അദ്ദേഹം 1928 ഒരു ഫേമസ് ലെക്ചർ ആയിട്ട് ഡെലിവർ ചെയ്യുകയും അത് പിന്നീട് വന്നിട്ട് ഒരു എസ്സേ ആയിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്ത ഒരു വർക്കായിരുന്നു. ദെൻ ലാസ്റ്റ് വരുന്നത് ഐ ആം തോ എന്ന് പറയുന്ന വർക്കാണ്. അത് മാർട്ടിൻ ബ്യൂബറിന്റെ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താ പറയുക, ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത് പഞ്ചതന്ത്ര, അത് കഴിഞ്ഞ് ഹിന്ദു സ്വരാജ്, ദെൻ സ്വരാജ് ഇൻ ഐഡിയാസ്, ഏറ്റവും ലാസ്റ്റ് ഐ ആം തോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following statements are true of രബീന്ദ്രനാഥ് ടാഗോർ? അപ്പോൾ ടാഗോറിനെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ട്രൂ ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് രബീന്ദ്രനാഥ് ടാഗോർ ഇസ് ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് എ മിസ്റ്റിക്. രബീന്ദ്രനാഥ് ടാഗോറിനെ ഒരു മിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളത്. അടുത്ത് നോക്കാം. His mysticism is well amalgamated with his nationalist ethos. അദ്ദേഹത്തിന്റെ മിസ്റ്റിസിസം നാഷണലിസ്റ്റ് ഈതോസുമായിട്ട് അമാൽഗമേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റീകൺസിലേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. തേർഡ് വൺ, ഹി അക്സെപ്റ്റഡ് 2 ആസ്പെക്ട്സ് ഓഫ് ദ സെൽഫ്, ദ ഫിസിക്കൽ ആൻഡ് ദ സ്പിരിച്വൽ. അദ്ദേഹം സെൽഫിന്റെ 2 ആസ്പെക്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അത് ഫിസിക്കലും സ്പിരിച്വലും ആണ് എന്നാണ് തേർഡ് ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. നാലാമത്, according to Tagore, man's individual peculiarities are the aspect of his finite self and his universal nature is the infinite aspect of his personality. Individual peculiarities വരുന്നത് ഒരു എന്താണ്, ഒരു സോളിന്റെ അല്ലെങ്കിൽ ഒരു സെൽഫിന്റെ ഫൈനൈറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ സൂചിപ്പിക്കുന്നുവെന്നും യൂണിവേഴ്സൽ നേച്ചർ അതേ പേഴ്സണാലിറ്റിയുടെ തന്നെ ഇൻഫിനിറ്റ് ആസ്പെക്ടിനെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മുടെ കറക്റ്റ് ഉത്തരം വന്നിട്ട് ഓപ്ഷൻ 3 ACD ആണ്. ഇനി നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, രബീന്ദ്രനാഥ് ടാഗോർ ഇസ് ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് എ മിസ്റ്റിക്. ഇതിൽ നോക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു മിസ്റ്റിക് പോയറ്റ് അല്ലെങ്കിൽ ഒരു മിസ്റ്റിക് ഫിലോസഫർ ആയിട്ടാണ് നമ്മൾ പലപ്പോഴും കണക്കാക്കുന്നത്. കാരണം ഒരു പേഴ്സണാലിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഫൈനൈറ്റ് ആയിട്ടുള്ള സെൽഫും അതുപോലെ തന്നെ ഡിവൈൻ ആയിട്ടുള്ള സെൽഫും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ അദ്ദേഹം ഒരുപാട് എംഫസിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഈ ഒരു ഇൻഫിനിറ്റിനോടുള്ള ഒരു സ്പിരിച്വൽ യൂണിറ്റിക്ക് അദ്ദേഹം എംഫസിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തെ മിസ്റ്റിക് പോയറ്റ് അല്ലെങ്കിൽ ഫിലോസഫർ എന്നുള്ള രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. സെക്കൻഡ് വൺ വരുമ്പോൾ ഹിസ് മിസ്റ്റിസിസം ഇസ് വെൽ അമാൽഗമേറ്റഡ് വിത്ത് ഹിസ് നാഷണലിസ്റ്റ് ഈതോസ്. ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഇപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ കാര്യമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നാഷണലിസത്തെ കുറിച്ച് അദ്ദേഹം ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള വ്യൂസ് എല്ലാം തന്നെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടി ബ്രോഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ആസ്പെക്ട് ആണ് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതേസമയം അഗ്രസീവ് ആയിട്ടുള്ള നാഷണലിസത്തെ അദ്ദേഹം ക്രിട്ടീക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മിസ്റ്റിസിസം എന്ന് പറയുന്നത് കൂടുതലും യൂണിവേഴ്സലും സ്പിരിച്വലുമാണ്. മിസ്റ്റിസിസത്തിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ യൂണിവേഴ്സലും സ്പിരിച്വലുമാണ്. അതെന്തുമായിട്ട് കണക്റ്റഡ് അല്ല? നാഷണലിസവുമായിട്ട് കണക്റ്റഡ് അല്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹി അക്സെപ്റ്റഡ് 2 ആസ്പെക്ട്സ് ഓഫ് ദ സെൽഫ്, ദ ഫിസിക്കൽ ആൻഡ് ദ സ്പിരിച്വൽ. ഇത് കറക്റ്റ് ആണ്. അദ്ദേഹം ഒരു പേഴ്സന്റെ ഫൈനൈറ്റ് ആയിട്ടുള്ള സെൽഫിനെയാണ് എന്ത് പറയുന്നത്, ഫിസിക്കൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്.
ഇൻഫൈനൈറ്റ് സെൽഫിനെ എന്താണ് സ്പിരിച്വൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ എന്നും പറയുന്നു. അങ്ങനെ രണ്ട് രീതിയിലും അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, ഒരു സെൽഫിനെ അക്സെപ്റ്റ് ചെയ്തിരുന്നു. ഫൈനൈറ്റ് സെൽഫും അതുപോലെ തന്നെ ഇൻഫൈനൈറ്റ് സെൽഫിനെയും അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തിരുന്നു. സോ ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് നോക്കുമ്പോൾ അക്കോർഡിംഗ് ടു ടാഗോർ, മാൻസ് ഇൻഡിവിജ്വൽ പെക്യൂലിയാരിറ്റീസ് ആർ ദി ആസ്പെക്ട്സ് ഓഫ് ഹിസ് ഫൈനൈറ്റ് സെൽഫ് ആൻഡ് ഹിസ് യൂണിവേഴ്സൽ നേച്ചർ ഇസ് ദി ഇൻഫൈനൈറ്റ് ആസ്പെക്ട് ഓഫ് ഹിസ് പേഴ്സണാലിറ്റി. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഓപ്ഷനിലും പറഞ്ഞത്. എന്താ പറയുന്നത്, ഒരു പേഴ്സന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെക്യൂലിയാരിറ്റീസിനെ അദ്ദേഹം ഫൈനൈറ്റ് സെൽഫായിട്ട് കണക്കാക്കുകയും ഒരു സെൽഫിന്റെ തന്നെ യൂണിവേഴ്സൽ നേച്ചറിനെ അദ്ദേഹം ഇൻഫിനിറ്റ് ആയിട്ട് കണക്കാക്കുകയും ചെയ്തു എന്നുള്ളത്. അപ്പൊ ഇതെന്താ പറയുന്നത്, ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് ആ ഒരു സെൽഫിന്റെ എന്താ പറയാ ഒരു ഡിസ്റ്റിങ്ഷനെയാണ് ഈ ഒരു ഓപ്ഷൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതും എന്താണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഒന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഐഡന്റിഫൈ ദി അപ്രോപ്രിയേറ്റ് കോമ്പിനേഷൻ ഫ്രം ദ ലിസ്റ്റ് ഗിവൻ ബിലോ. എന്താ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, അതിൽ ട്രൂ ആയിട്ടുള്ള ഏതാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദി ന്യായായികാസ് അസ്യൂം വ്യാപ്തി to be universals that are facts of reality. Second one, the Nyayayikas claim that universal relations are logical and not real. Third one, the Buddhist logicians regard universal propositions as ideal constructions and not real relations. Fourth one, for the Buddhist, the universal is but a name and the identity a fiction. And the last one is the Charvaka accept Vyapti but negate Anuman. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര വൈഡ് ആയിട്ടുള്ളത് പോലെ നമുക്ക് തോന്നും അല്ലേ. ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതെല്ലാം സെന്റൻസ് വൈസ്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എക്സാം ടൈമിലാവുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ വരും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ ബ്രീഫായിട്ട് വായിച്ചു പോവാം. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. ആദ്യം ഒന്ന് വായിച്ചു പോയതിനു ശേഷം ഏതെങ്കിലും ഒരു എന്താ പറയുക സ്റ്റേറ്റ്മെന്റ് എങ്കിലും നമുക്ക് കണക്ട് ആവുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. കണക്ട് ആവുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. കാരണം നമുക്ക് അത് വെച്ചിട്ട് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ ഇത് വായിക്കുമ്പോഴത്തേക്കും നമുക്ക് കണക്ട് ആവുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ആണ് അല്ലെ. ചാർവാക അക്സെപ്റ്റ് വ്യാപ്തി ബട്ട് നെഗേറ്റ് അനുമാനം. ഇവിടെ വന്നിട്ട് കൂട്ടത്തിൽ ചെറിയ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാനും പറ്റും. ചാർവാക ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ചാർവാക വ്യാപ്തിയെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് അനുമാനെ നെഗേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ചാർവാക പെർസെപ്ഷനെ മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെ. പ്രമാണയായിട്ട് പെർസെപ്ഷനെ മാത്രം അക്സെപ്റ്റ് ചെയ്യുകയും ബാക്കി അനുമാനെയും ശബ്ദയും റിജക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫിലോസോഫിക്കൽ സ്കൂളാണ് ചാർവാക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വൈസ് നോക്കുമ്പോഴത്തേക്കും ഇ എന്ന് പറയുന്ന ഓപ്ഷൻ 3 എണ്ണത്തിൽ തന്നിട്ടുണ്ട്. 2, 3, 4 ഈ 3 എണ്ണത്തിൽ എന്തുണ്ട്, ഈ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ആ 3 എണ്ണത്തിനെ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ ആൻസർ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഏതാണ് ഓപ്ഷൻ 1 ACD എന്നുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ വൈസ് ആയിട്ട് നോക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇല്ല നമുക്ക് എല്ലാം നോക്കിയേ പറ്റുള്ളൂ എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ സെന്റൻസ് ആയിട്ടൊന്ന് വായിച്ച് തന്നെ അർത്ഥം മനസ്സിലാക്കി പോവാം. അല്ല എലിമിനേറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു കീ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദി ന്യായായികാസ് അസ്യൂം വ്യാപ്തി ടു ബി യൂണിവേഴ്സൽസ് ദാറ്റ് ആർ ഫാക്ട്സ് ഓഫ് റിയാലിറ്റി. നമുക്കറിയാം വ്യാപ്തി എന്താണ്, മേജർ ടേമും മിഡിൽ ടേമും ആയിട്ടുള്ള ഇൻവേരിയബിൾ ആയിട്ടുള്ള റിലേഷനെയാണ് നമ്മൾ വ്യാപ്തി എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോൾ എവിടെയൊക്കെ ഫയർ ഉണ്ടാവുമോ അവിടെയെല്ലാം സ്മോക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഫയർ എന്ന് പറയുന്നത് മേജർ ടേമും സ്മോക്ക് എന്ന് പറയുന്നത് മിഡിൽ ടേമുമാണ്. ഫയർ ഉള്ള എല്ലാ ഇൻസ്റ്റൻസസിലും എന്തും ഉണ്ടായിരിക്കും, സ്മോക്കും ഉണ്ടായിരിക്കും. ആ ഒരു റിലേഷനെയാണ് നമ്മൾ വ്യാപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ന്യായയെ സംബന്ധിച്ച് ഈ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് റിയൽ യൂണിവേഴ്സൽസിൽ നിന്ന് ഗ്രൗണ്ടഡ് ആണ്. റിയൽ യൂണിവേഴ്സൽസിൽ ഗ്രൗണ്ടഡ് ആണ്. അതിനാൽ തന്നെ അതൊരു ഫാക്ട് ഓഫ് റിയാലിറ്റിയുമാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ എന്താണ്, കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ ദി ന്യായായികാസ് ക്ലെയിം ദാറ്റ് യൂണിവേഴ്സൽ റിലേഷൻസ് ആർ ലോജിക്കൽ ആൻഡ് നോട്ട് റിയൽ. ഇവിടെ എന്താ പറയുന്നത്, യൂണിവേഴ്സൽ റിലേഷൻസ് എന്ന് പറയുന്നത് ലോജിക്കലാണ് പക്ഷെ റിയൽ അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഇത് ബുദ്ധിസ്റ്റുകാര്
മുന്നോട്ട് വയ്ക്കുന്ന ഒരു പൊസിഷനാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, യൂണിവേഴ്സൽ റിലേഷൻസ് റിയൽ അല്ല എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റുകാരാണ്, ന്യായ അല്ല. ന്യായാസ് എന്താണ് പറയുന്നത്, യൂണിവേഴ്സൽസ് റിയൽ ആണെന്നും അതൊരു ലോജിക്കൽ ഫിക്ഷൻസ് ആയിട്ടല്ല അവർ കണക്കാക്കുന്നത്, യൂണിവേഴ്സൽസിനെ റിയൽ ആയിട്ട് തന്നെയാണ് ന്യായ കണക്കാക്കുന്നത്. അപ്പൊ എന്താണ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പോ എ കറക്റ്റ് ആണ്, ബി തെറ്റാണ്. ഇനി സി നോക്കുമ്പോൾ ദി ബുദ്ധിസ്റ്റ് ലൊജിഷ്യൻസ് റിഗാർഡ് യൂണിവേഴ്സൽ പ്രൊപ്പോസിഷൻസ് ആസ് ഐഡിയൽ കൺസ്ട്രക്ഷൻസ് ആൻഡ് നോട്ട് റിയൽ റിലേഷൻസ്. ഇത് തന്നെയാണ് നമ്മൾ ബിയിൽ നമ്മൾ പറഞ്ഞത്, എന്താണ്, റിയൽ ആയിട്ട് കണക്കാക്കാത്തത് ആരാണ്, ബുദ്ധിസ്റ്റുകളാണ് എന്നുള്ളത്. അപ്പോൾ ബുദ്ധിസ്റ്റുകളെ സംബന്ധിച്ച് യൂണിവേഴ്സൽസ് എന്ന് പറയുന്നത് കോൺസെപ്ച്വൽ അല്ലെങ്കിൽ ഒരു മെന്റൽ കൺസ്ട്രക്ഷൻസ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. യൂണിവേഴ്സൽസിനെ അവർ റിയൽ എൻറ്റിറ്റീസ് ആയിട്ട് കണക്കാക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ എന്താണ് യോഗക്കാരെയൊക്കെ നോക്കുമ്പോൾ അത് എന്താണ്, ഐഡിയലിസത്തിനാണ് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. അപ്പോൾ അതേ സെയിം ഇത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ബുദ്ധിസ്റ്റ് ലൊജീഷ്യൻസ് എന്ത് ചെയ്യുന്നില്ല, യൂണിവേഴ്സൽ പ്രൊപ്പോസിഷൻസിന് ഒരു റിയൽ റിലേഷൻ കൊടുക്കുന്നില്ല. നെക്സ്റ്റ് വരുമ്പോൾ ഫോർ ദ ബുദ്ധിസ്റ്റ് ദ യൂണിവേഴ്സൽ ഇസ് ബട്ട് എ നെയിം ആൻഡ് ദ ഐഡന്റിറ്റി എ ഫിക്ഷൻ. എന്താ പറയുന്നത്, ബുദ്ധിസ്റ്റുകളെ സംബന്ധിച്ച് യൂണിവേഴ്സൽ എന്ന് പറയുന്നത് ഒരു നെയിമും അതിന്റെ ഐഡന്റിറ്റി ഒരു ഫിക്ഷൻ ആണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ബുദ്ധിസ്റ്റ് എന്ന് പറയുന്നത് എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, തിയറി ഓഫ് മൊമെൻട്രിനെസ്. എല്ലാം മൊമെൻട്രിനെസ് ആണ്, അല്ലെങ്കിൽ എന്താണ്, എല്ലാം മൊമെൻട്രി ആണ് എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് ഫിലോസഫി ആണ് ഈ ബുദ്ധിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ മൊമെൻട്രി ആയിട്ടുള്ള പർട്ടിക്കുലേഴ്സ് മാത്രമേ അൾട്ടിമേറ്റ്ലി റിയൽ ആണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. യൂണിവേഴ്സൽസ് ആയിട്ടുള്ള എല്ലാം തന്നെ വെറും നെയിംസ് ആണെന്നും അതിന്റെ ഐഡന്റിറ്റി ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്നും, അതായത് അത് പെർമനന്റ് അല്ല, ചേഞ്ച് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും എന്ന് ആര് പറയുന്നുണ്ട്, ബുദ്ധിസ്റ്റുകൾ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. ലാസ്റ്റത്തെ നോക്കുമ്പോൾ ദ ചാർവാകാസ് അക്സെപ്റ്റ് വ്യാപ്തി ബട്ട് നെഗേറ്റ് അനുമാന. ചാർവാക എന്ത് ചെയ്യുന്നുണ്ട്, വ്യാപ്തി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അനുമാനെ നെഗേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അനുമാനയിൽ വരുന്ന, അനുമാന അല്ലെങ്കിൽ ഇൻഫറൻസിൽ വരുന്ന ഒരു കാര്യമാണ് വ്യാപ്തി എന്ന് പറയുന്നത്. അനുമാനയുടെ നെർവായിട്ടാണ് നമ്മൾ വ്യാപ്തിയെ കണക്കാക്കുന്നത്. അപ്പോൾ വ്യാപ്തിയെ അക്സെപ്റ്റ് ചെയ്തിട്ട് അനുമാനെ നെഗേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് തെറ്റാണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ തന്നെ ചാർവാകയെ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം പ്രമാണ എന്ന് കണക്കാക്കുന്ന പെർസെപ്ഷൻ മാത്രമാണ്. അങ്ങനെ രണ്ട് രീതിയിൽ നോക്കിയാലും ആ ഒരു ഓപ്ഷൻ തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പോൾ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. According to Parmenides, which of the following does not follow from his claim that what is and what is not? അപ്പോൾ ഇവിടെ ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, പാർമനൈഡ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഏൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫർ ആണ് പാർമനൈഡ്സ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തെ പെർമനൻസ് അല്ലെങ്കിൽ എന്തായിട്ട് ബീയിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിട്ടാണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രേസ് എന്ന് പറയുന്നത് ബീയിങ്ങിനെ കുറിച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ്. ഇതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഫോളോ ചെയ്യാത്ത ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, ചേഞ്ച് ഇസ് ഇലൂസറി. ചേഞ്ച് എന്ന് പറയുന്നത് ഇലൂസറി ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പാർമനൻസ് ഈക്വൽ ടു പെർമനൻസ് എന്നുള്ള ആ ഒരു ഫ്രേസ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഫിലോസഫിയെ ഫോളോ ചെയ്ത് വരുന്ന ഒന്നാണ് അല്ലെ. ചേഞ്ച് എന്ന് പറയുന്നത് ഇലൂസറിയാണ്. ദെൻ പ്ലൂറാലിറ്റി ഈസ് ഇമ്പോസിബിൾ, അതും ശരിയാണ്. നോൺ ബീയിങ് ഈസ് ഇൻകൺസീവബിൾ, നോൺ ബീയിങ്ങിനെ നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു, അതും ശരിയാണ്. ഫോർത്ത് വൺ, ബീയിങ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ആൻഡ് പാസസ് അവേ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം പെർമനൻസിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ വന്നിട്ട് പെർമനൻസ് എന്ന് പറയുന്ന ഐഡിയ അല്ല പാസ് ചെയ്യുന്നത്. എന്താണ്, ആ ഒരു മൊമെന്ററിനെസ് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ് ഈ ഒരു ഓപ്ഷനിൽ എന്ത് ചെയ്യുന്നത്, അവര് പരാമർശിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ബീയിങ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ആൻഡ് പാസസ് അവേ എന്നുള്ളതാണ്. നമ്മൾ ഇനി ഈ ഒരു ഫ്രേസ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് എന്നുള്ള ആ ഒരു പോർഷൻ പറയുന്നത് ബീയിങ്ങിനെ കുറിച്ചാണ്. ബീയിങ് എന്ന് പറയുന്നത് റിയൽ ആണ്, പെർമനന്റ് ആണ്, ആ ഒരു ബീയിങ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് വാട്ട് ഈസ് എന്നുള്ള ഒരു പോർഷൻ വരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത പോർഷൻ നോക്കുമ്പോൾ വാട്ട് ഈസ് നോട്ട് എന്നുള്ള പോർഷൻ വരുമ്പോൾ അത് നോൺ ബീയിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്.
നോൺ ബീയിങ് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും നമുക്ക് അതിനെ ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാനോ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. എക്സിസ്റ്റ് ചെയ്യാത്ത ഒന്നിനെ പറ്റി നമ്മൾ എങ്ങനെ പറയും അല്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ബീയിങ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നായിട്ടും നോൺ ബീയിങ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യാത്ത ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതാണ് ആരുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? പാർമെനൈഡ്സിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. Okay, next question. Ekam Sat Vipra Bahudha Vadanti is an extract from. നമുക്കൊരു ഫ്രേസ് തന്നിട്ടുണ്ട്. അത് ഏതിൽ നിന്ന് വരുന്നതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ. ഇത് നാലും എന്താണ്? വേദാസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. നോക്കുമ്പോൾ തന്നെ ഇതിൽ ഏത് വേദത്തിലാണ് ഈ ഒരു കോട്ട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മുടെ ഉത്തരം വന്നിട്ട് ഋഗ്വേദയാണ്. വേദങ്ങളിൽ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഋഗ്വേദയാണ് നമ്മുടെ ഉത്തരം. ഇനി ഈ ഒരു ഫ്രേസിന്റെ അല്ലെങ്കിൽ ഈ ഒരു കോട്ടിന്റെ മീനിങ് നോക്കുമ്പോൾ ട്രൂത്ത് ഇസ് വൺ, ദ വൈസ് കോൾ ഇറ്റ് ബൈ ഡിഫറെന്റ് നെയിംസ്. ഇതാണ് ഇതിന്റെ അർത്ഥം. അതായത് സിമ്പിൾ ആണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അൾട്ടിമേറ്റ് റിയാലിറ്റി അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ട്രൂത്ത് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? ഒരെണ്ണമേ ഉള്ളൂ. നമുക്ക് അൾട്ടിമേറ്റ് റിയാലിറ്റി ആയിട്ട് കണക്കാക്കാവുന്ന ഒരു ട്രൂത്തേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു റിയാലിറ്റിയേ ഉള്ളൂ. പക്ഷേ ഓരോ ട്രഡീഷനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ സേജസിലേക്ക് പോകുമ്പോൾ ഓരോ പീപ്പിളിലേക്ക് പോകുമ്പോൾ ഈ ഒരു റിയാലിറ്റി അവർ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതി പലതാണ്. ഓക്കെ, ഒരു റിയാലിറ്റി ആണെങ്കിൽ പോലും പല പേരും പല രീതിയിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ആ ഒരു എന്താണ് കോൺസെപ്റ്റിനെയാണ് ഈ ഏകം സത് വിപ്ര ബഹുദ്ധ വദാന്തി എന്നുള്ള ആ ഒരു ഫ്രേസിലൂടെ ഇവര് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു ഋഗ്വേദ എന്ന് പറയുന്നത് 4 വേദാസിൽ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള വേദമാണ്. ബാക്കി 3 ഏതാണെന്ന് നമ്മൾ കണ്ടു. ഇതൊക്കെയാണ് യജുർവേദ, അഥർവവേദ, സാമവേദ. ഓക്കെ, next question. Which of the following is the most appropriate explanation of the concept സർവോദയ? സർവോദയ എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ സോഷ്യൽ ജസ്റ്റിസ് ഫോർ ഓൾ. സെക്കൻഡ് വൺ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ഓൾ അഡ്രസ്സിംഗ് ടു ദ ലീസ്റ്റ് പ്രിവിലേജ്ഡ്. തേർഡ് വൺ ഫുഡ് ആൻഡ് സെക്യൂരിറ്റി ഫോർ ദ ഹോംലെസ്. ഫോർത്ത് വൺ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ആൻഡ് വൺനെസ് ഓഫ് ഹ്യൂമൻ കൈൻഡ്. സർവോദയ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മഹാത്മാഗാന്ധിയുടെ ആണ്. അപ്പോൾ ഇതില് നമുക്ക് ആ ഒരു വേർഡിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ഡൗൺ ചെയ്ത് വേണമെങ്കിൽ ആ ഒരു ആൻസർ കണ്ടെത്താവുന്നതേ ഉള്ളൂ. സർവ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾ എന്നും ഉദയ എന്ന് പറയുമ്പോൾ അപ്ലിഫ്റ്റ്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് സർവോദയ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു സൊസൈറ്റിയിൽ ഒരു ട്രൂ ആയിട്ടുള്ള പ്രോഗ്രസ് വരണം എന്നുണ്ടെങ്കിൽ, അത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലീസ്റ്റ് പ്രിവിലേജ്ഡ് അല്ലെങ്കിൽ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വീക്കസ്റ്റ് മെമ്പേഴ്സിനെ എന്ത് ചെയ്യുമ്പോൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഒരു സൊസൈറ്റിയിൽ എന്തുണ്ടാകുന്നത്? പ്രോഗ്രസ് ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ഓൾ അഡ്രസ്സിംഗ് ടു ദ ലീസ്റ്റ് പ്രിവിലേജ്ഡ്. ലീസ്റ്റ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യുമ്പോൾ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് അവിടെ ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നത്. ഓക്കെ, which among the following most appropriately defines the idea of eudaimonia? eudaimonia എന്ന് പറയുന്ന ഐഡിയയെ വെച്ചിട്ട് ഉള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Happiness is driven by the spirit of celibacy. Happiness is driven by the sense of excellence. Happiness is gained through pleasurable sensation. Happiness is gained by the avoidance of pleasure. eudaimonia എന്ന് പറയുന്നത് അരിസ്റ്റോട്ടലിന്റെ കോൺസെപ്റ്റ് ആണ് അല്ലെ, നമുക്കറിയാം. അപ്പോൾ ഇതിൽ നിന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ സ്പിരിറ്റ് ഓഫ് സെലിബസി നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അവോയ്ഡൻസ് ഓഫ് പ്ലഷർ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ വരുന്നത് ഹാപ്പിനെസ് ഡ്രിവൺ ബൈ സെൻസ് ഓഫ് എക്സലൻസും അതുപോലെ തന്നെ ഗെയിൻഡ് ത്രൂ പ്ലഷറബിൾ സെൻസേഷൻ. ഈ പറയുന്ന പ്ലഷറബിൾ സെൻസേഷനും നമ്മൾ ഒരു 2 തവണ ഇരുത്തി വായിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം അവോയ്ഡ് ചെയ്ത് കളയാൻ പറ്റുമെന്ന് നമുക്ക് പറയാം, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഹാപ്പിനെസ് ഡ്രിവൺ ബൈ സെൻസ് ഓഫ് എക്സലൻസ് ആണ്.
അപ്പോൾ യുഡെയ്മോണിയ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അരിസ്റ്റോട്ടില് നിക്കോമാക്കിയൻ എത്തിക്സിലാണ്, അദ്ദേഹത്തിന്റെ വർക്കായിട്ടുള്ള നിക്കോമാക്കിയൻ എത്തിക്സിലാണ് കൊണ്ടുവരുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഹ്യൂമൻ ഫ്ലറിഷിങ് അല്ലെങ്കിൽ ലിവിങ് വെൽ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വന്നിട്ട് അദ്ദേഹം ഒരു സിമ്പിൾ ഫീലിംഗ് ഓഫ് പ്ലഷറിനെ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഫീലിംഗ് ആയിട്ടല്ല അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റിനെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ സോളിലെ വെർച്വസ് ആക്ടിവിറ്റി ആയിട്ടാണ് യുഡെയ്മോണിയെ എന്ത് ചെയ്തിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അത് ഏതിലൂടെ നമുക്ക് അച്ചീവ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു വ്യക്തി തൻ്റെ ഫങ്ഷൻ ഫുൾഫില്ല് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന യുഡെയ്മോണിയെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അതെങ്ങനെ ഫുൾഫില്ല് ചെയ്യുമെന്ന് വെച്ചാൽ ലിവിങ് ഇൻ അക്കോർഡൻസ് വിത്ത് റീസണോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫ് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു യുഡെയ്മോണിയ എന്ന് പറയുന്ന കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എന്താണ് വെർച്യൂസ് ആയിട്ടുള്ള വിസ്ഡം, കറേജ്, പിന്നെ ജസ്റ്റിസ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എക്സലൻസിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റീസണിലൂടെ നമുക്കൊരു പ്ലഷർ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു ഹയസ്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ഗോളിനെയാണ് അദ്ദേഹം എന്തായിട്ട് വിളിച്ചത്, യുഡെയ്മോണിയ എന്ന് വിളിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രഭാകര മീമാംസ അക്സെപ്റ്റ്സ് ഓൺലി ദ ഫോളോയിങ് കാറ്റഗറീസ്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ പ്രഭാകര മീമാംസ പറയുന്ന കാറ്റഗറീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റൻസ്, ക്വാളിറ്റി, ആക്ഷൻ, ജനറാലിറ്റി, ഇൻഹെറൻസ്, ഫോഴ്സ്, സിമിലാരിറ്റി, നമ്പർ. സെക്കൻഡ് വൺ ക്വാളിറ്റി, ആക്ഷൻ, സബ്സ്റ്റൻസ്, ഇൻഹെറൻസ്, ഫോഴ്സ്. തേർഡ് വൺ നമ്പർ, സിമിലാരിറ്റി, ഫോഴ്സ്, ഇൻഹെറൻസ്, ജനറാലിറ്റി, ആക്ഷൻ, സബ്സ്റ്റൻസ്. ആൻഡ് ദ ഫോർത്ത് വൺ ആക്ഷൻ, ക്വാളിറ്റി, സബ്സ്റ്റൻസ്, ജനറാലിറ്റി, ഫോഴ്സ്. ഇത് വായിക്കുമ്പോൾ തന്നെ മൊത്തം കൺഫ്യൂഷൻ ആവും നമുക്ക്. പക്ഷേ മീമാംസ അക്സെപ്റ്റ് ചെയ്യുന്ന കാറ്റഗറീസ് ഏതാണ് എന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ണു അടച്ച് ഇതിന് ഉത്തരം പറയാം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. എ ഒള്ളി, ഇത് മാത്രമാണ് നമുക്ക് വരുന്ന ഉത്തരം. ഓക്കെ, അപ്പോൾ 8 കാറ്റഗറീസ് ആണ് മീമാംസ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സബ്സ്റ്റൻസിന്റെ മറ്റൊരു നെയിം എന്ന് പറയുന്നത് ദ്രവ്യ, ദെൻ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണം, ആക്ഷൻ അല്ലെങ്കിൽ കർമ്മ, ജനറാലിറ്റി അല്ലെങ്കിൽ സാമാന്യ, ഇൻഹെറൻസ് അല്ലെങ്കിൽ സമവായ, ഫോഴ്സ് അല്ലെങ്കിൽ ശക്തി, സിമിലാരിറ്റി അല്ലെങ്കിൽ സാദൃശ്യ, നമ്പർ അല്ലെങ്കിൽ സംഖ്യ. അപ്പോൾ ഈ 8 എണ്ണവും വരുന്ന ആദ്യത്തെ ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ നോഷൻ ഓഫ് സപ്തഭംഗി നയ ഇസ് പ്രൊപ്പൗണ്ടഡ് ബൈ. സപ്തഭംഗി നയ എന്ന് പറയുന്ന നോഷൻ ആരാണ് കൊണ്ടുവന്നത്? ബുദ്ധിസം ആണോ, മീമാംസയാണോ, ന്യായാണോ, ജൈനിസമാണോ? സപ്തഭംഗി നയ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ 4 ജൈനിസം ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. സപ്തഭംഗി നയ അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് 7 ഫോൾഡ് പ്രെഡിക്കേഷൻ അല്ലെങ്കിൽ 7 ലിംസ് ഓഫ് ജഡ്ജ്മെന്റ് ആയിട്ടാണ് അറിയുന്നത്. അവിടെ വന്നിട്ട് ജൈനിസത്തിലെ ഒരു സെൻട്രൽ കോൺസെപ്റ്റ് ആണ്. ജൈനിസത്തിലെ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള അനേകാന്തവാദ, റിയാലിറ്റി എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണെന്നും അതിനൊരു മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് ഉണ്ടെന്നും ഹ്യൂമൻ നോളജ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയതിനാൽ തന്നെ നമുക്ക് ഈ റിയാലിറ്റിയുടെ എല്ലാ പെർസ്പെക്റ്റീവിനെയും തിരിച്ചറിയാൻ കഴിയത്തില്ല. എന്താണ്, ഒരു വ്യൂ പോയിന്റിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ റിയാലിറ്റിയെ തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഇത്, ഈ പറയുന്ന അനേകാന്തവാദം. അപ്പോൾ അതുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഇത്, ഈ പറയുന്ന സപ്തഭംഗി നയ എന്നുള്ളത്. ഓക്കെ, ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഷാൾ നോട്ട് അലൈൻ വിത്ത് കാന്റ്സ് തോട്ട്. കാന്റിന്റെ തോട്ടുമായിട്ട് അലൈൻ ചെയ്യാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളത്. First one, reason forms the basis of our faculties and of things. Second, the legislation of will is practical reason. Third, physical laws are inexorable. And fourth, moral laws do not compel. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. റീസൺ ഫോംസ് ദ ബേസിസ് ഓഫ് അവർ ഫാക്കൽറ്റീസ് ആൻഡ് ഓഫ് തിങ്സ്. കാന്റിനെ സംബന്ധിച്ച് പ്യുവർ റീസൺ വഴി മാത്രമല്ല നമുക്കെല്ലാം കിട്ടുന്നത്. നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് റീസൺ വഴി മാത്രമല്ല, പകരം കാറ്റഗറീസ് കൊണ്ടും സെൻസിബിലിറ്റീസ് കൊണ്ടും എന്താണ് ഷേപ്പ് ചെയ്യപ്പെടുന്നു എന്നാര് പറയുന്നുണ്ട്? കാന്റ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് റോങ് ആയിട്ട് വരുന്നത്. ബാക്കി ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ
സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദ ലെജിസ്ലേഷൻ ഓഫ് ബിൽ ഇസ് പ്രാക്ടിക്കൽ റീസൺ. ഇത് കറക്റ്റ് ആണ്. കാരണം എന്താണ്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് മോറൽ ലോസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ റീസൺ കൊണ്ട് ഗൈഡഡ് ആയിട്ടുള്ള ബില്ലാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. തേർഡ് വൺ ഫിസിക്കൽ ലോസ് ആർ ഇൻഎക്സോറബിൾ എന്ന് പറയുമ്പോൾ നാച്ചുറൽ ലോസിനെ അല്ലെങ്കിൽ ഫിനോമിനൽ വേൾഡിലെ ലോസിനെ നമുക്ക് ബ്രോക്കൺ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന കാര്യമാണ് ഈ ഫിസിക്കൽ ലോസ് ആർ ഇൻഎക്സോറബിൾ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് മോറൽ ലോസ് ഡു നോട്ട് കമ്പൽ എന്ന് പറയുന്നത് കാന്റിന്റെ സെൻസിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫിലോസഫിയിൽ എന്താണ് കറക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റും. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ മോറൽ ലോസ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് വെച്ചിട്ട് നമ്മളെ എക്സ്റ്റേണലി എന്ത് ചെയ്യുന്നില്ല, കമ്പല് ചെയ്യുന്നില്ല. നമ്മുടെ ഡ്യൂട്ടിയിലൂടെ ഇന്റേണലി ആണ് ഈ മോറൽ ലോസ് നമ്മളെ കമ്പൽ ചെയ്യുന്നത്. എന്താ, നമ്മളത് കടപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ഡ്യൂട്ടി ആണ് എന്നുള്ള രീതിയിൽ എന്താണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഫോഴ്സ് വഴിയല്ല, അവിടെ ഇന്റേണൽ ഒരു കമ്പല്ലിംഗ് ആണ് അവിടെ നടക്കുന്നത്. നമ്മുടെ ഓപ്ഷനിൽ നോക്കുമ്പോഴത്തേക്കും തെറ്റായിട്ട് വരുന്ന ഏതാണ്, റീസൺ ഫോംസ് ദ ബേസിസ് ഓഫ് അവർ ഫാക്കൽറ്റീസ് ആൻഡ് ഓഫ് തിങ്സ് എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.